കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച 2 പേർ അറസ്റ്റിൽ. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ്, ഷാലിഖ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ ഇതിനു മുമ്പും ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചിട്ടുണ്ടെന്ന് തൃക്കാക്കര ACP PV ബെന്നി പറഞ്ഞു. മുൻകൂറായി പണം നൽകുന്നവർക്ക് ഓഫറായാണ് കഞ്ചാവ് നൽകുന്നത് എന്നാണ് വിദ്യാർത്ഥികളുടെ മൊഴി. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പിടികൂടിയ 2 കിലോ കഞ്ചാവ് ആകാശിന് നൽകിയത് ആഷിഖ് എന്നായിരുന്നു മൊഴി. ഇതിന് പിന്നാലെയാണ് ആലുവയിൽ നിന്ന് ആഷിഖിനെ പിടികൂടിയത്. ഇയാളുടെ സുഹൃത്ത് ഷാലിഖും അറസ്റ്റിലായിട്ടുണ്ട്. ഇരുവരും പോളിടെക്നിക് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. മുൻപും പ്രതികൾ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചിട്ടുണ്ട്. ഡിമാൻഡ് അനുസരിച്ച് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് അന്വേഷിച്ചാലാണ് ആരൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടത്. കാരണം ഒത്തിരി നമുക്കുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെളിവുകൾ ശേഖരിച്ചാലേ അത് പറയാൻ പറ്റുള്ളൂ. ആരോപണ വിധേയരായ KSU പ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോലീസ് വിട്ടയച്ചു. ഓഫർ നൽകിയാണ് കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് വിൽപ്പന നടക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുണ്ട്. 500 രൂപയുടെ കഞ്ചാവ് മുൻകൂറായി പണം നൽകിയാൽ 300 രൂപയ്ക്ക് ലഭിക്കുന്നതാണ് ഓഫർ. ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന പ്രതീക്ഷയിലാണ് ആകാശും ഷാലിഖും ആഷിഖുമെല്ലാം പോളിടെക്നിക് ഹോസ്റ്റൽ തന്നെ കഞ്ചാവ് വിപണനത്തിനായി തിരഞ്ഞെടുത്തത്. ഗൗരവ സ്വഭാവമുള്ള ഒരു ആസൂത്രണം പോലും ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. കൂടുതൽ പ്രതികളുണ്ടാകും, അറസ്റ്റുകളും. കൊച്ചിയിൽ നിന്ന് അനൂപിനൊപ്പം വിഷ്ണു സുരേഷ്, 24.